മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ രണ്ട് വിഭാഗങ്ങളാണുള്ളത്. ഒന്ന് പടം എടുക്കുന്ന വിഭാഗവും പടം എടുക്കാത്തവും. രണ്ട് പ്രൊഡ്യൂസർമാരാണുള്ളത്. ഒന്ന് സുരേഷ് കുമാർ, അതുപോലെ തന്നെ നമ്മുടെ ആരാണ് ഇദ്ദേഹം സിയാദ് കോക്കർ, അതുപോലെ രാകേഷ് മുതലായ കുറേ പടം എടുക്കാത്ത, വർഷങ്ങളായി പടം എടുക്കാത്ത എന്ന പ്രൊഡ്യൂസർമാരാണ് എനിക്ക് അതിൻ്റെ പവറും സംവിധാനവും എല്ലാം വേണമെന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ. രണ്ടാമത്തെ ആൾക്കാരാണ്? രണ്ടാമത് ആൻഡോ ജോസഫ്, അതുപോലെ ആന്റണി പെരുമ്പാവൂർ, അതുപോലെ ലിസ്റ്റിൻ സ്റ്റീഫൻ മുതലായി ഈ സംഘടനകളോടും അതുപോലെ തന്നെ നടന്മാരോടും അടുത്ത് നിൽക്കുന്ന വിഭാഗം. അത് രണ്ട് വിഭാഗം തന്നെയാണ്. ആ രണ്ട് വിഭാഗത്തിൻ്റെ അത് ഒരു വിഭാഗം പൂർണ്ണമായി സമരം പ്രഖ്യാപിക്കുകയും സിനിമയ്ക്കെതിരെ അല്ലെങ്കിൽ സിനിമ സമരം ഇങ്ങനെയല്ല സിനിമ ചെയ്യേണ്ടത് എന്നുള്ള ശൈലിയിലേക്ക് വരികയും ചെയ്യുന്നു. മറ്റേ വിഭാഗം എന്താണ്? നടന്മാരെ വെച്ച്, പ്രധാനപ്പെട്ട നടന്മാരെ വെച്ച്, എന്താണ് എമ്പുരാൻ പൃഥ്വിരാജ് ഡയറക്ടർ ചെയ്യുന്ന പടമാണ്. മോഹൻലാലിനെയും മമ്മൂട്ടീനെയും വെച്ചിട്ട് പിന്നെ ആൻഡോ ജോസഫ് പടം ചെയ്യുന്നു. പൃഥ്വിരാജിൻ്റെ പടം ആന്റണി പെരുമ്പാവൂർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള പടങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ രണ്ട് വിഭാഗം. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഈ സുരേഷ് കുമാറിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ പ്രൊഡ്യൂസർമാരാണ്, ഞങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നോട്ടെ എന്നുള്ള നിലയ്ക്ക് ഒരു പത്രസമ്മേളനം നടത്തി എന്നുള്ളതിനേക്ക് അപ്പുറം ആൻഡോ ജോസഫ് എന്ന് പറയുന്ന ഒരു ലോങ് ലീവിൽ പോയി എന്നോ, ആൻഡോ ജോസഫിന് സംസാരിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ഈ പറയുന്ന സംവിധാനത്തിൽ ഒന്നും ഇടപെടേണ്ട എന്നൊന്നും വിചാരിച്ചിട്ടാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. കാരണം എന്താണ്, അവർ ഇന്നലെ പ്രഖ്യാപിച്ച സംവിധാനത്തിന് അമ്മയോട് പറയുകയാണ്, അമ്മ സംഘടനയോട് പറയുകയാണ് എന്ത്, ആ സംഘടന നാഥനില്ലാത്ത കളരിയാണെന്ന് തന്നെ ആദ്യം പറയുന്നു. എന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ ശമ്പളത്തിൻ്റെ 30% പിന്നെന്താണ് ഈ പറയുന്ന ഷൂട്ടിങ്ങിൻ്റെ സമയത്തും 30% ഡബ്ബിങ്ങിൻ്റെ സമയത്തും ബാക്കി 40% പിന്നെന്താണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് പടം വിജയിച്ചതിന് ശേഷവും തരാം എന്ന് പറഞ്ഞ് ലെറ്റർ കൊടുക്കുകയാണ്. ആർക്ക്? ഇവർക്ക് അമ്മയ്ക്ക് ലെറ്റർ കൊടുക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് ലെറ്റർ കൊടുക്കുമ്പോൾ അമ്മേനോട് ആലോചിക്കണ്ടേ? ഇവർ ഒരു വലിയ സമരം പ്രഖ്യാപിക്കുകയാണ്. ആരാണ്? നടീനടന്മാരോട് പോലും ആലോചിക്കാതെ വലിയൊരു സമരം പ്രഖ്യാപിക്കുക. എഫ്കെൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ബി ഉണ്ണികൃഷ്ണനാണ്. ബി ഉണ്ണികൃഷ്ണൻ ഈ പത്രസമ്മേളനത്തിൽ ഇല്ല. കാരണം എഫ്കെനോടോ കാര്യമായിട്ട് സംസാരിച്ചിട്ടില്ല, കാര്യമായിട്ട് അമ്മേനോട് സംസാരിച്ചിട്ടില്ല. ബി സുരേഷ് കുമാറും സിയാദ് കോക്കറും എല്ലാം കൂടി ഇരുന്നിട്ടൊരു പത്രസമ്മേളനം നടത്താണ്. അതിൻ്റെ വേറൊരു കണക്ക് എന്താ? അതിൻ്റെ കൂടെ കൂടിയ ആൾക്കാരാണ്? ഈ പറയുന്ന തിയേറ്റർ ഉടമകളാണ്. തിയേറ്റർ ഉടമനെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമില്ലാന്നേ. എന്താ പ്രശ്നമില്ലാത്തതിന് കാരണം? അവർക്ക് ഷെയർ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉണ്ണിസാർ നേരത്തെ പറയുമല്ലോ, 100 കോടി രൂപേൻ്റെ പടം എടുക്കുകയാണ്. 100 കോടിന് 30% ടാക്സ് പോയി, GST 18% പോയി, 8% എൻ്റർടൈൻമെൻറ്റ് ടാക്സ് പോയി, ഏകദേശം ക്ഷേമനിധി എല്ലാം കൂടി 1.5% പോയി, ഇതെല്ലാം കൂടി 30% പോയി. അപ്പോൾ 100 കോടിൻ്റെ പടത്തിൽ 30 കോടി അങ്ങനെ പോയി. ബാക്കി എങ്ങനെയാണ്? ബാക്കി ഒരു സിനിമേൻ്റെ ബാക്കി 70 കോടി ഉണ്ടല്ലോ, 70 കോടിൻ്റെ 60% പ്രൊഡ്യൂസർക്കും 40% ആർക്കാ? ഈ പറഞ്ഞ തിയേറ്റർ ഉടമകൾക്കുമാണ്. അപ്പോൾ തിയേറ്റർ ഉടമകൾക്ക് എത്രയായി? ഏകദേശം 30 കോടി. 100 കോടി സിനിമയിൽ 30 കോടി തിയേറ്റർക്ക് കിട്ടി. ബാക്കി 60 കോടി പോയോ? ബാക്കി 40 കോടിയാണ് ഈ പറയുന്ന പ്രൊഡ്യൂസർക്ക് ഉണ്ടാവുക. ആ പ്രൊഡ്യൂസർ 20 25 കോടി അല്ലെങ്കിൽ 30 കോടി കൊടുത്തിട്ട് വേണം പടം എടുക്കാൻ വേണ്ടിയിട്ട്. ഈ പ്രധാനപ്പെട്ട നടന്മാരെ എടുത്തിട്ടാണല്ലോ ഇവർ പറയുന്നത് 100 കോടി എത്തുന്നതും അല്ലെങ്കിൽ വിജയിപ്പിക്കാന്ന് പറയുന്നത്. ആ 30 കോടി കഴിഞ്ഞാൽ ബാക്കി 10 കോടിയുണ്ട്. അതിൻ്റെ അകത്ത് ടാക്സും കൂടെ കഴിച്ചാൽ ബാക്കി 5-6 കോടിയുണ്ട്. അങ്ങനെ എടുക്കുന്ന 100 പടങ്ങളിനകത്ത് അല്ലെങ്കിൽ 270 പടങ്ങളാണ് കഴിഞ്ഞ വർഷം എടുത്തതെന്ന് പറയാം. 200 പടങ്ങളോ എടുത്തു. അതിൻ്റെ അകത്ത് 10 12 അല്ലെങ്കിൽ 24 പടങ്ങളാണ് ആകെ വിജയിക്കുന്നതെന്ന് പറയുന്നത്. 100 കോടി ക്ലബ്ബിൽ എത്തുന്നത്. അതിൻ്റെ അകത്ത് പകുതി 50 കോടി ക്ലബ്ബിലാണ് പകുതി. അപ്പോൾ 50 കോടി ക്ലബ്ബിലെത്തുന്ന പടങ്ങൾ പോലും ഈ പറയുന്ന പ്രൊഡക്ഷൻ കോസ്റ്റ് വെച്ച് വിജയിക്കുന്നില്ല എന്ന് പറയുന്നത് സുരേഷ് കുമാർ പറഞ്ഞ ഒരു കാര്യത്തിന് അത് ശരിയാണ്. പക്ഷേ അതിൻ്റെ അകത്ത് സുരേഷ് കുമാർ പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താ? നടന്മാരുടെ റെമ്യൂണറേഷൻ കുറയ്ക്കണം എന്ന് പറയുന്നു. റെമ്യൂണറേഷൻ കുറയ്ക്കുന്നു പറയുന്നു. പ്രധാനപ്പെട്ട ഒരു നടിമാരുടെയും റെമ്യൂണറേഷൻ കുറയ്ക്കാൻ പറയുന്നില്ല. ഒരാളുടെ കാര്യം പറയുന്നില്ല. സ്വന്തം മകളോട് പോലും പറയുന്നില്ല. സ്വന്തം മകൾ മലയാള സിനിമയിൽ അഭിനയിക്കുന്നില്ല, മലയാള സിനിമയിലേക്ക് വരുന്നില്ല. കാരണം മകൾ വരുന്നത് തന്നെ വാശി എന്ന് പറഞ്ഞാൽ സിനിമയിൽ സ്വന്തം പ്രൊഡക്ഷൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് മകൾ വന്നിട്ട് കേരളത്തിൽ അഭിനയിക്കാതെ? അത് തമിഴ്നാട്ടിലും കന്നഡയിലും തെലുങ്കിലും തമിഴിലുമായിട്ട് അഭിനയിക്കുകയാണ്. അവിടെ എത്ര വേണമെങ്കിലും മേടിക്കാം, അവിടെ മേടിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. കാരണം അപ്പോൾ അവിടുത്തെ ശൈലി ഇവിടെ ഏറ്റെടുക്കേണ്ടത്. എന്താ ഇവിടുത്തെ ശൈലി ഏറ്റെടുത്താലുള്ള പ്രശ്നം? ഇപ്പോൾ ഉദാഹരണം പറയാം, ആന്റണി പെരുമ്പാവൂർ ഒരു സിനിമ എടുക്കാൻ പാടില്ല. ആരെ വെച്ചിട്ട്? മോഹൻലാലിനെ വെച്ചിട്ട്. എനിക്കെടുക്കാം. അതിന് സുരേഷ് കുമാർ എങ്ങനെയാണ് വലിയ പ്രൊഡ്യൂസറും വലിയ പടങ്ങൾ എടുക്കാൻ പറ്റിയത്? എങ്ങനെയാണ്? 6 നമ്പരം പോലെയുള്ള പടങ്ങൾ വരെ പ്രൊഡ്യൂസ് ചെയ്തില്ല. എങ്ങനെ എടുത്തത്? മോഹൻലാലിനെ വെച്ച് പടം എടുത്ത് സുരേഷ് കുമാർ. ഇവർ ഒന്നിച്ചുണ്ടായിരുന്ന ആൾക്കാരല്ലേ ആ സമയത്ത്? ആന്റണി പെരുമ്പാവൂരിൻ്റെ മോഹൻലാലിനെ വെച്ച് സുരേഷ് കുമാറിൻ്റെ പ്രൊഡക്ഷൻ എടുക്കുക. ആരാണ്? ആന്റണി പെരുമ്പാവൂരിനെ വെച്ച് മോഹൻലാലിനെ വെച്ച് ആന്റണി പെരുമ്പാവൂർ. കാരണം അദ്ദേഹം ഡ്രൈവറായിരുന്നു. അദ്ദേഹം ഡ്രൈവറിൻ്റെ മേലേക്ക് വരാൻ പാടില്ല. നിങ്ങൾ എപ്പോഴും ആന്റണി പെരുമ്പാവൂരിനെ ഡ്രൈവറായിട്ട് കണ്ടോണം. അദ്ദേഹം പൈസ ഉണ്ടാക്കാൻ പാടില്ല, പ്രൊഡക്ഷൻ നടത്താൻ പാടില്ല. ഇത് ഏത് മാടമ്പി ശൈലിയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് അപ്പുറം ഇതിനെ ഒരു കാര്യത്തിനകത്തും കാണണ്ട എന്നുള്ള കാര്യത്തിനകത്ത് ഏറ്റവും വലിയ കാര്യം. വേറൊരു കാര്യം എന്താണ്? മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം എന്താ? അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലകത്തും ഇപ്പോൾ പ്രൊഡ്യൂസർമാർക്ക് സംസാരിക്കാനുള്ള എല്ലാ വേദികളും ഉണ്ട്. കാരണം അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം സിനിമയിലും അഭിനയിക്കുന്നുമുണ്ട്,
പിന്നെ പ്രൊഡക്ഷൻ സുരേഷ് കുമാറുണ്ട്. ഇപ്പോൾ സുരേഷ് കുമാർ മാത്രം എന്ന് പറഞ്ഞാൽ സുരേഷ് കുമാറുണ്ട്, മേനക സുരേഷ് ഉണ്ട്, കീർത്തി സുരേഷ് ഉണ്ട്. അവരെ കൂടുതൽ 3 പേരും അമ്മ സംഘടനയിൽ. അമ്മ സംഘടനയിൽ പോലും അക്ഷരം പോലും മിണ്ടുന്നില്ല. ഇപ്പോൾ വന്നിട്ട് പ്രൊഡ്യൂസർ അസോസിയേഷൻ കാരണം എന്നാൽ അവർ എത്ര പടം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. കഴിഞ്ഞ സുരേഷ് കുമാർ അഭിനയിച്ച പടത്തിൻ്റെ അത്ര പോലും പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ആ ശൈലിയിലേക്ക് അങ്ങനെ നോക്കുമ്പോൾ അപ്പം അമ്മ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഇവർ അക്ഷരം പോലും മിണ്ടുന്നില്ല. പിന്നെ അമ്മ സംഘടന ആരാണ് പ്രതിഫലം കുറയ്ക്കേണ്ടത്? ഇന്നലെ വന്നോ മിനിങ്ങാന്ന് വന്നോ ആൾക്കാരാണ്. അവരുടെ പ്രതിഫലം എന്ന് പറയുന്നത് 5 കോടി താഴെയാണ്, അല്ലെങ്കിൽ 3 കോടി താഴെയാണ്. ഈ പറഞ്ഞ പ്രധാനപ്പെട്ട അടുത്ത കാലത്ത് വന്ന പുതിയ നടന്മാരെല്ലാവരും 5-3 കോടിയിൽ നിൽക്കുകയാണ്. അവരോട് കുറയ്ക്കാനാണ് പറയുന്നത്. മനസ്സിലായോ? ഇപ്പം ടോവിനോ തോമസിനോട് പറയില്ല, പൃഥ്വിരാജിനോട് പറയില്ല, മോഹൻലാലിനോട് പറയില്ല, മമ്മൂട്ടിനോട് പറയില്ല, ഫഹദ് ഫാസിലിനോട് പറയില്ല, ഇവരൊന്നും കുറയ്ക്കണ്ട. ഉണ്ണി മോഹനോട് പറയില്ല, ആസിഫ് അലിനോട് പറയില്ല. ഇങ്ങനെയുള്ള ആൾക്കാരോടൊന്നും റെമുനറേഷൻ കുറയ്ക്കാൻ പറയില്ല. ആരോട് പറയും? ഈ പറയുന്ന അതിനേക്കാളും താഴെ നിൽക്കുന്ന സാധാരണക്കാരായ ആൾക്കാരോട് പറയും. അത് സാധാരണക്കാരനായി പിച്ച വെച്ച് കടന്ന് അവൻ എങ്ങനെയാണ് നടനാവുന്നത്? അവൻ 50 കോടിയിലും 100 കോടിയിലും പടം എത്തിച്ചതിന് ശേഷമാണ് അവൻ ഈ റെമുനറേഷൻ 2 കോടിയോ 3 കോടിയോ ചോദിക്കാൻ തുടങ്ങിയത്. അവരോട് ചെയ്യേണ്ടതെന്ന് പറയുന്നു. അത് ഏതർത്ഥത്തിലാണ്? ആ അർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന പടം എന്ന് പറയുന്നത് 15 കോടി താഴെയോ 20 കോടി താഴെയാണ്. അതിലേക്ക് ഈ പറയുന്ന നടന്മാരെയൊക്കെ കൊണ്ടുവരണം. അതാണ് ഇവരുടെ ലക്ഷ്യം. ഇപ്പം ഞാൻ പറയാം, അപ്പം 140 കോടി രൂപ അല്ലെങ്കിൽ 150 കോടി രൂപ പിന്നെ മുടക്കുള്ള ഒരു സിനിമയാണ് എമ്പുരാൻ എന്ന് പറഞ്ഞു നോക്കുക. അങ്ങനെ വച്ചാൽ അതിൻ്റെ അകത്ത് പ്രൊഡക്ഷൻ കമ്പനി ലൈക്ക വരെയുണ്ട്. ഏറ്റവും വലിയ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ കമ്പനിയായി ലൈക്ക വരെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പടമാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? അത് നമുക്ക് MGF-നെ പോലെയോ അല്ലെങ്കിൽ പറയുന്ന പിന്നെ എന്താണ് ഹോളിവുഡ് പടങ്ങളെ പോലെ എത്തില്ല എന്നാണ് പറയുന്നത്. അതെങ്ങനെ എത്തില്ല എന്ന് പറയുന്നത്? എന്തുകൊണ്ട് അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് കേരളത്തിന് എടുത്തുകൂടാ? അത് എടുക്കാൻ പറ്റിയ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ മോഹൻലാലും മമ്മൂട്ടിയും പൃഥ്വിരാജും മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതൽ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റില്ല അവരെ കൊണ്ട്. ആർക്കൊണ്ടാ? ഈ പറഞ്ഞ കേരളത്തിൽ മാത്രം ഓടി തോറ്റിട്ടുണ്ടെങ്കിൽ അത് സഹിക്കാൻ പറ്റിയ പ്രൊഡ്യൂസർമാർ വളരെ കുറവാണ്. അത് സഹിക്കാൻ പറ്റിയ സമയത്ത് റെമുനറേഷൻ അത്രയും കുറച്ച് ഒഴിവാക്കി അവരെ സ്വന്തം പടമാണെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് ആന്റണി പെരുമ്പാവൂർ ചെയ്യുന്നതുകൊണ്ട് തെറ്റ്. അതിനകത്ത് തെറ്റുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അല്ലെങ്കിൽ പിന്നെ പൃഥ്വിരാജ് ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവരെങ്കിലും ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്താലേ. നമ്മൾ ബാഹുബലി വലിയ സിനിമയെന്ന് പറയും. ബാഹുബലി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ എത്ര പ്രൊഡ്യൂസർമാരുണ്ട് കേരളത്തിൽ? എത്ര പ്രൊഡ്യൂസർമാർ കേരളത്തിൽ ചെയ്യും? അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, അങ്ങനെ ഒരു പിന്നെ ഡയറക്ടർ ഉണ്ടെങ്കിൽ പോലെ എത്ര പേര് കേരളത്തിൽ പ്രൊഡ്യൂസ് ചെയ്യും? ഒരു പ്രൊഡ്യൂസും ചെയ്യില്ല. അപ്പം അത് സുരേഷ് കുമാർ ആദ്യം തന്നെ വെട്ടുകയാണ്. ഈ പറയുന്നത് എമ്പുരാൻ പിന്നെ വലിയ സിനിമയാവാൻ സാധ്യതയില്ല, ബാഹുബലിനെ പോലെയോ MGF-നെ പോലെയോ ഒന്നും വലിയ സിനിമയാവാൻ സാധ്യതയില്ല എന്നുള്ളത് ആദ്യം തന്നെ സുരേഷ് കുമാർ പറയുകയാണ്. അപ്പോൾ സുരേഷ് കുമാറിന് എന്ന് പറഞ്ഞാൽ കൊതിക്കറവിന് അപ്പുറത്തേക്കുണ്ടോ ഒരു കാര്യമുണ്ടെന്ന് തന്നെ തോന്നില്ല. ആ ലെവലിലേക്കാണ് അദ്ദേഹത്തിൻ്റെ സംസാരവും ശൈലിയും ഒക്കെ പോയത്. ഇനി ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പിൻവലിച്ചാൽ തീരുന്ന ഒരു കാര്യമല്ലല്ലോ. എന്താണ്? ഒരാളോടും ആലോചിക്കാതെ അമ്മയിൽ തന്നെ പ്രധാനപ്പെട്ട സിനിമ എടുക്കുന്ന ആരോടും ആലോചിച്ചിട്ടില്ല. ഇവർ പടം എടുക്കാത്ത ഇവർ 3-4 പേര് മാത്രം അടിച്ചിട്ട് ഒരു സിനിമ ഉണ്ണിസാർ നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങളോടൊരു സമരം പ്രഖ്യാപിക്കുകയാണ് ഇനി സിനിമയില്ല എന്നുള്ളത്. ഇനി തിയേറ്റർ ഉടമകളുടെ കാര്യം പറഞ്ഞല്ലോ. തിയേറ്റർ ഉടമകൾ 60-40 കമ്മീഷൻ എന്ന് പറയുന്നത്. 60% പ്രൊഡ്യൂസർക്കും 40% തിയേറ്റർക്കും ആദ്യത്തെ ആഴ്ച. രണ്ടാമത്തെ ആഴ്ച എങ്ങനെയാണ്? 55 പിന്നെ 45 എന്നുള്ള നിലയ്ക്കാണ്. മൂന്നാമത്തെ ആഴ്ച 50-50 എന്നുള്ള നിലയ്ക്കാണ് അവരുടെ ഷെയർ എന്ന് പറയുന്നത്. ഈ സിനിമ ഈ മലയാള സിനിമ അങ്ങ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഇവരെടുക്കാൻ പോകുന്ന സിനിമ ഏതാ? ഇവർ തിയേറ്റർ അടച്ചിടുമെന്ന് പറയുന്നില്ലല്ലോ. മലയാള സിനിമ എടുക്കില്ല എന്ന് പറയുള്ളൂ. തമിഴ്നാടിൻ്റെ അടുത്ത് എന്താ ബെനിഫിറ്റ് എന്നറിയോ? 55-45 50% കൂടുതൽ കിട്ടും അവിടെ തമിഴ് സിനിമകൾ ഓടിയാൽ. പിന്നെ 50-50 അടുത്ത ആഴ്ച 50-50 എന്ന് പറയുന്ന സിനിമ. അപ്പോൾ അത്രയും പൈസ ആർക്കാണ് കിട്ടുക? അത്രയും സമയത്ത് കിട്ടുന്നത് ഈ പറയുന്ന തിയേറ്റർ ഉടമകൾക്കാണ്. അപ്പോൾ കേരളത്തിലെ തിയേറ്റർ ഉടമകളെ സംബന്ധിച്ച് 700-ലധികം തിയേറ്ററുണ്ട് കേരളത്തിൽ ഇപ്പോൾ. അതുപോലെ 700 തിയേറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരാഴ്ച ഏകദേശം എല്ലാ സിനിമകളും ഒരു പരിധി വരെ നല്ല സിനിമകളെല്ലാം 450-500 തിയേറ്ററിൽ ഇപ്പോൾ റിലീസാകുന്നുണ്ട്. നമ്മൾ പറയുന്നത് പോലെ പണ്ടത്തെ പോലെ 150 തിയേറ്റർ 200 തിയേറ്റർ അല്ല ഇപ്പോൾ കേരളത്തിൽ. 700-750 തിയേറ്ററുണ്ട്. മൾട്ടിപ്ലക്സുകളും മറ്റു സംവിധാനമായിട്ട് 700-750 തിയേറ്ററുണ്ട്. ഈ 700-750 തിയേറ്ററിൽ ഒരു ദിവസം ഹൗസ്ഫുള്ളായിട്ട് ഒരു സിനിമ 500 തിയേറ്ററിൽ ഓടിയാൽ ഏകദേശം 4-4.5 കോടി രൂപ 5 കോടി രൂപ ഒരു ദിവസം കിട്ടും. മനസ്സിലായോ? ഒരാഴ്ച ഓടിയാൽ 2 ആഴ്ച ഓടിയാൽ തന്നെ 50 കോടിയിലേക്ക് എത്തും. അതുകൂടാതെ ഉണ്ണിസാർ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് പിന്നെ OTT, അതുപോലെ തന്നെ വിദേശ റൈറ്റ്, അതുപോലെ തന്നെ മ്യൂസിക്, സാറ്റലൈറ്റ്, ഇതിൻ്റെയൊക്കെ വരുമാനം കിട്ടും. അപ്പോൾ മലയാള സിനിമ എല്ലാം കൊണ്ടും തകർന്ന് തരിപ്പണമായി. ഇനി മലയാള സിനിമ എടുക്കാൻ പറ്റില്ല എന്ന് ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപറ്റം ജനങ്ങളുണ്ടെന്നേ. കാരണം അവർ സിനിമയായിട്ട് വർഷങ്ങളായിട്ട് ജീവിതം സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ഒരുപറ്റം ജനങ്ങളുണ്ട്. അവരെയൊക്കെ കണ്ണടച്ചിട്ടാക്കിയിട്ട് ഞാൻ സിനിമ എടുക്കുന്നില്ല, അതുകൊണ്ട് കേരളത്തിൽ ആരും സിനിമ എടുക്കണ്ട എന്ന് പറയുന്ന ശൈലിയിലേക്ക് മലയാള സിനിമേൻ്റെ പ്രൊഡ്യൂസർ അസോസിയേഷൻ മാറി എന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും അതൊരു പ്രൊഡ്യൂസർ അസോസിയേഷനായിട്ട് കൈകാര്യം ചെയ്യേണ്ട. ഇപ്പോൾ ഹൈജാക്ക് ചെയ്തിരിക്കുന്ന പ്രൊഡ്യൂസർ അസോസിയേഷൻ എന്ന് പറയുന്നത് കാരണം എന്താണ്? മറ്റൊരു സിനിമ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ആന്റണി പെരുമ്പാവൂരിനെ വെച്ചൊരു അക്ഷരം മിണ്ടാൻ പറ്റില്ല.
പിന്നെ പൃഥ്വിരാജ്, പിന്നെന്താണ് ലിസ്റ്റ് ഷീഫിന് ഒരു അക്ഷരം മിണ്ടാൻ പറ്റില്ല. പിന്നെ ആർക്കാണ് ആൻഡോ ജോസഫിന് ഒരു അക്ഷരം മിണ്ടാൻ പറ്റില്ല. ഇപ്പോൾ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സിനിമകൾ എത്രയുണ്ട്? ഇവർ ഈ സിനിമകളോട് ഇത്ര ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊഡക്ഷൻ കമ്പനികൾ വിളിച്ച് ചർച്ച ചെയ്തോ ഇത്ര പ്രൊഡക്ഷൻ നടക്കുന്നത്? അവർ ഇന്ന് പേടിപ്പിക്കലാന്നേ, ഞാനിവിടെ ഉണ്ട് ജീവനോടെ എന്ന് നിങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞോളൂ എന്നുള്ള ശൈലിയിലുള്ള ഒരു സംവിധാനം നടത്തിയതിലേക്ക് അപ്പുറം ഒന്നും ഉണ്ടെന്ന് ഞാൻ ഇതിനകത്ത് വിചാരിക്കുന്നില്ല. ഒറ്റ കാര്യമുള്ളൂ, തമിഴ് സിനിമകളെ കേരളത്തിലേക്ക് കൊണ്ടുവന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മലയാള സിനിമകൾ തിയേറ്ററിൽ ഇല്ലാതെ മാറ്റി നിർത്തിയിട്ടാണ് തമിഴ് സിനിമകൾ കേരളത്തെ പിടിച്ചടക്കിയത്. എല്ലാ തിയേറ്ററുകളും തമിഴ് സിനിമകൾ വന്നതുകൊണ്ടാണ് മലയാളി തമിഴ് സിനിമകൾ കൂടുതൽ കാണാൻ തുടങ്ങിയത്. അങ്ങനെയാണ്. ഇനിയും ഇത് തന്നെ ശൈലി മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പുതിയ വരുന്ന കുട്ടികൾക്ക്, ഞാൻ 10, 60, 70 വയസ്സായി, ഞാൻ ഈ കാലത്ത് മുഴുവൻ ഒരു 19 പടങ്ങൾ എടുത്തിട്ടുണ്ട്, ഇനി കേരളത്തിൽ പടങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഇപ്പോൾ ഇരിക്കുന്ന 25 വയസ്സും 20 വയസ്സുമുള്ള കുട്ടികൾ മൊബൈൽ ഐഫോണിൽ സിനിമ എടുത്ത് വിജയിപ്പിക്കുന്ന കാലത്തേക്ക് വന്നു. അത്രയധികം ടെക്നോളജി കൊണ്ട് അവർ പഠിച്ച്, കാരണം എല്ലാ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ച പിള്ളേരാണെന്ന് വരുന്നത്, അല്ലാതെ ആകാശത്തു നിന്ന് പഠിച്ചിട്ടൊന്നുമല്ല. നല്ല ഇൻവെസ്റ്റ് ചെയ്ത് അതൊരു പാഷനാക്കി എടുത്ത് അതിനെക്കുറിച്ച് സിനിമയെക്കുറിച്ച് പഠിച്ചിട്ട് വന്ന കുട്ടികളാണെന്ന് സിനിമ എടുക്കുന്നത്. അവരിലെ ശൈലിയും അവരൊരു പ്രാപ്തിയും എന്ന് പറയുന്നത് അത്ര ചെറുതായിട്ട് കാണാൻ പറ്റില്ല. അപ്പം ഞാൻ പറയുന്നത്, മലയാള സിനിമയിൽ 20 കോടി രൂപയിലോ 15 കോടി രൂപ താഴെ സിനിമ എടുക്കുന്ന ആൾക്കാർക്ക് ഇവരെന്ത് സപ്പോർട്ട് ചെയ്യുന്നു? ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ എന്ത് സപ്പോർട്ട് ചെയ്യുന്നു? പുതിയതായിട്ട് സിനിമ എടുക്കാൻ വരുന്നവർക്ക് ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ എന്ത് ചെയ്യുന്നു? ഇവർ ഈ പറയുന്ന 100 കോടിക്ക് മേലെയും 50 കോടിക്ക് മേലെയും 150 കോടി ആൾക്കാരുടെ ബഹളമല്ലേ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പുതിയ ആൾക്കാർ ഇവരെങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? എങ്ങനെയാണ് ഈ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നത്? പുതിയ തിയേറ്ററിൽ എങ്ങനെയാണ് ഇവർ എത്ര തിയേറ്റർ ഇവർ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്? ഇപ്പം തിയേറ്റർ ഓണറും പ്രൊഡ്യൂസറും കൂടെ ഒന്നിച്ചിരുന്നാണല്ലോ പത്രസമ്മേളനം നടത്തിയത്. ഈ പുതിയ വരുന്ന സിനിമകൾക്ക് എത്ര പേർക്ക് 100 തിയേറ്റർ വരെ ഒപ്പിച്ചു കൊടുത്തിട്ടുണ്ട്? ഒരു തിയേറ്ററിന് ഒപ്പിച്ചു കൊടുത്തിട്ടില്ല. ഇവർ അന്നേരം നോക്കുന്ന ആസിഫ് അലിക്ക് എത്ര പോയി, പിന്നെ പൃഥ്വിരാജിന് എത്ര പോയി, മോഹൻലാലിന് എത്ര പോയി എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഈ പുതിയ പിള്ളേർ എടുക്കുന്ന സിനിമകൾ എത്ര ഒരു മിനിമം ഒരു 100 തിയേറ്ററെങ്കിലും ഒരു പ്രൊഡ്യൂസർക്ക് കൊടുക്കണം എന്ന് ഇവർ മിനിമം ഈ പറയുന്ന തിയേറ്റർ ഉടമകളോട് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അപ്പം ഇനി എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതും ഇത് തന്നെയാണ്. ഇവരുടെ നമ്മുടെ കാലത്തോടു കൂടി പ്രളയം, നമ്മൾ കഴിഞ്ഞാൽ പിന്നെ പ്രളയമാണ്, നമ്മളോടുകൂടി ഇതെല്ലാം അവസാനിച്ചു എന്നുള്ള ശൈലിയിലേക്കാണ്. അപ്പം മലയാള സിനിമയിൽ ഒരു പോരുമില്ല. ഈ പോര് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ബോംബും കൊണ്ട് വന്നിട്ട് സ്വന്തം കയ്യിലിരുന്ന് പൊട്ടി എന്നുള്ളതാണ് സത്യം. Meet the editors.